നമുക്കപ്പോൾ ഒരു തലശ്ശേരി ദം ബിരിയാണി കണ്ടാലോ? വരൂ. അപ്പോൾ നമ്മുടെ കഴുകി വെച്ച ചിക്കനിലേക്ക് തൈരും മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിന് ശേഷം ഒരു ചട്ടി വെച്ചിട്ട് പിന്നെ നമ്മുടെ ഓയിലും അതുപോലെ നെയ്യും ഇട്ട് കൊടുത്തിട്ട് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അരി കഴുകി വെച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് നീളം ഞെരിയാണ് എനിക്ക് കിട്ടിയിട്ട് അതൊന്ന് വറുത്തെടുത്ത ശേഷം നമ്മുടെ അളന്ന് വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഉപ്പ് ഇട്ടിട്ട് നാരങ്ങ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ അത് വെന്ത് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അത് റെഡിയായി, നമ്മുടെ ചോറ് റെഡിയായി. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് മസാലയ്ക്കുള്ളത് നോക്കാം കേട്ടോ. അടുത്തത് ഒരു ചട്ടി വെച്ച് കൊടുക്കട്ടെ. പിന്നെ അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. നന്നായി വഴൻ്റെ ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ പച്ചമുളക് പേസ്റ്റും മിക്സ് ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതും വഴൻ്റെ ശേഷം നമ്മുടെ ഈ ചെറിയുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതും വഴൻ്റെ ശേഷം നമ്മുടെ 4 പച്ചമുളകും തക്കാളിയായിട്ട് ഇട്ട് കൊടുക്കുക. അത് നന്നായി മിക്സ് ചെയ്യുക. അത് ഉടനെ ശേഷം നമുക്ക് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ഗരം മസാല പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പുമൊക്കെ ഇട്ടിട്ട് തൈരും ഇട്ട് കൊടുക്കുക. അതിന് നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഇലകൾ ഇട്ട് കൊടുക്കുക. ഇലയിട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് മൂടി വയ്ക്കുക. അതങ്ങോട്ട് സെറ്റായിക്കോളും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് സ്റ്റെപ്പാക്കി കൊടുക്കാം. ഞാൻ 2 സ്റ്റെപ്പാണ് ആക്കുന്നത്. ആദ്യം ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഫുള്ളായി ഫില്ല് ചെയ്തിട്ട് അങ്ങോട്ട് ചിക്കനൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാലിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വറുത്ത് മാറ്റി വെച്ച നമ്മുടെ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു തട്ടിൻ്റെ കഴിഞ്ഞു. ഇനി അടുത്തത് അതുപോലെ ചോറിട്ട് കൊടുക്കുക. അങ്ങനെ ഫില്ലാണ് പോലെ നല്ല ചോറിട്ട് കൊടുത്ത ശേഷം ഇലകളിട്ട് കൊടുക്കുക. പുതിന ഇലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ പൊരിച്ച നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ചുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്ത് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ഈ ബിരിയാണി സെറ്റായി. ഇനി നമുക്ക് ദമ്മിടാം കേട്ടോ. അപ്പോൾ മൂടി വെച്ചിട്ട് ഇങ്ങനെ ദമ്മിട്ട് വയ്ക്കാം. ഇനി 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ദം തുറക്കാം. ഇത് താത്താൻ്റെ മക്കളൊക്കെ ഉള്ളത് ഒരു ദിവസമാണ് കേട്ടോ. അപ്പം അന്നെടുത്ത വീഡിയോ ആണ്. അപ്പം അത് ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ആ വീഡിയോ ഇടുന്നത്. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ ദം പൊട്ടിച്ചിരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് സൈഡ് ഡിഷായിട്ട് തൈര് ചട്നിയും പുതിന ചമ്മന്തിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഹാപ്പിയായി ലഞ്ച് കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട്